പ്പിക്കുന്ന ഒരു മുഹൂർത്തമാണ് ശരിക്കും പറഞ്ഞത്. നേരത്തെ പറഞ്ഞ മാതിരി ആറാട്ടുപുഴ പൂരത്തിന് പോകാൻ പറ്റാത്ത ആളുകളെ അവരെയും കൂടി സന്തോഷിപ്പിച്ചുകൊണ്ട് ശക്തൻ തമ്പുരാൻ വളരെ വിദഗ്ധമായി ചെയ്തെടുത്ത ഒരു സംവിധാനം. ഇവിടെ മത്സരമല്ല ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്, ആരോഗ്യപരമായ മത്സരം. അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ MBA കുട്ടികൾക്ക് പോലും പഠിക്കാവുന്ന കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്ന് ടൈം മാനേജ്മെൻറ്റ്. നമുക്കറിയാലോ, പൂരത്തിന് ഓരോരുത്തരും കൃത്യമായ ടൈം മാനേജ്മെൻറ്റ് പാലിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. ഞാൻ പലപ്പോഴും അങ്ങനെ ഇതിനെ കാണില്ല. നല്ലൊരു ടീം വർക്കാണ്. കാരണം ഇത് എല്ലാവരും കൂടിയുള്ള ടീം വർക്കാണ്, ഒറ്റയ്ക്കല്ല. ടീം വർക്കിൻ്റെയും കൂടി ബെസ്റ്റ് റിസൾട്ടാണ്. വരുന്ന ആളുകളെ മുഴുവൻ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് തൃശ്ശൂർക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. വരുന്ന എല്ലാവരെയും, ഒരാളെ പോലും നമ്മൾ മുഷിപ്പിക്കാറില്ല. ഒരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല. പൂരം കഴിയുമ്പോഴേക്കും ഈ മനോഹരമായ ഇതെല്ലാം വളരെ വൃത്തിയായ രീതിയിൽ പോലും ഇതിൻ്റെ ആളുകൾ വൃത്തിയാക്കി എങ്ങനെയാണ് തിരിച്ച് ബാക്ക് ടു ദ സെയിം പൊസിഷനിലേക്ക് കൊണ്ടുവരും. മറ്റൊന്ന്, ഇത് ശക്തൻ തമ്പുരാന് റെസ്പെക്റ്റ് കൂടി കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. പൂരം കുടമാറ്റം കഴിഞ്ഞ് കുടമാറ്റത്തിൽ പോകുമ്പോൾ തന്നെ പാറമേക്കാവിലെ ആന ആ ശക്തനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് തിരിച്ചു വരിക. സോ ഇറ്റ്സ് എ റെസ്പെക്ട് ടു ദ ഫൗണ്ടർ. ശരിക്കും പറഞ്ഞാൽ പൂരം ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ടൈം മാനേജ്മെൻറ്റ്, റെസ്പെക്ട്, ടീം വർക്ക്, ഇതിൽ പല മനോഹരമായിട്ട് വരുന്ന ആളുകളെ ലോകത്ത് എവിടെയും നിന്ന് ആളുകൾക്ക് പഠിക്കേണ്ട, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് വ്യത്യാസം പഠിക്കേണ്ട വളരെ പല കാര്യങ്ങൾ. മത്സരമാണെങ്കിൽ പോലും, തിരുവമ്പാടി പാറയും മത്സരമാണെങ്കിൽ പോലും ആരോഗ്യപരമായ മത്സരവും ആളുകളുടെ കയ്യിൽ സന്തോഷം പകർത്തുന്ന ഒരു നേരത്തെ നമ്മൾ കുറച്ച് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞത് നാട്ടുകാരാണ് അതൊരു മത്സരമാക്കി മാറ്റിയത്, പക്ഷെ ഞങ്ങൾ തമ്മിൽ മത്സരമല്ല, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ്, സൗഹൃദമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ആ ഒരു കൂട്ടായ്മ നമുക്ക് കാണാനുണ്ട് തൃശ്ശൂർക്കാരുടെ ഇടയിൽ. മാത്രമല്ല, ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നു, സൗജന്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പോലീസിൻ്റെയും കോർപ്പറേഷൻ്റെയും സർക്കാരിൻ്റെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ആളുകളുടെ, മാധ്യമങ്ങളടക്കമുള്ള ആളുകളുടെ ഒരു ടീം വർക്കിൻ്റെയും കൂടി ഒരു ബെസ്റ്റ് റിസൾട്ടാണ് പൂരം. ഏറ്റവും അതായത് തുടക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രയത്നത്തിൻ്റെ റിസൾട്ടും കൂടിയാണ് സത്യം. ഈ പൂരം കഴിയുമ്പോഴേ അടുത്തതിനുള്ള ഒരുക്കം തുടക്കും. മാത്രമല്ല, ഇതിൽ ഏറ്റവും മികച്ച ആളുകളെയാണ് കൊണ്ടുവരുന്നത്. വാദ്യ രംഗത്താണെങ്കിലും ആനകളാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആളുകളെയാണ് കൊണ്ടുവരിക. ഏറ്റവും പ്രശസ്തർ, ലോകത്തിന്റെ നിർമുടി ഇങ്ങനെ അവിടെ നമ്മൾ കൊണ്ട് വെക്കുകയാണ്, കൊടുമുടിയിൽ എത്തിക്കുകയാണ് നമ്മൾ തൃശ്ശൂരിനെ. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അണിനിരത്തുന്ന ഈ പൂരം വേറെ എങ്ങും നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇലഞ്ഞിത്തരമേളാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ത് രസമായിട്ടാണ് ആളുകൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ. വാദ്യം കൂട്ടുമ്പോൾ പോലും കലാശത്തിലേക്കൊക്കെ എത്തുമ്പോൾ ആ കൈ കൂട്ടി കലാശം കാണിക്കുന്ന മേള കലാകാരൻ്റെ ഒക്കെ നമുക്ക് വളരെ രസകരമായിട്ട് ഒരു 36 മണിക്കൂർ മനോഹരമായി നമുക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് പറയാം. മാത്രമല്ല, ആനകൾ പോലും എന്താ പറയുക, ഇതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്ത ആനയുടെ കൂടെ നിന്നുകൊണ്ട് ആളുകൾക്ക് ഇത്രയും പറയുന്നത് വേറെ എവിടെയാണ് നമുക്കിത് കാണാൻ കഴിയുക. അത്രയാണ്. ഒരുപാട് സന്തോഷം. ഈ വിവരങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. MBA കുട്ടികൾ പോലും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ ഒരു നിരീക്ഷണം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത്. തീർച്ചയായും ടൈം മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഇത്തരത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ഏത് നിലയ്ക്ക് നമ്മുടെ നിത്യജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം എന്നുള്ളതിനാണ് അത് ചൂണ്ടിക്കാണിച്ചത്. അതൊരു നല്ലൊരു ഗംഭീരമായിട്ടുള്ള നിരീക്ഷണമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഇത്തരം ചില കാര്യങ്ങൾ കൂടി പങ്കുവച്ചതിന്.